ഷിഗല്ല എന്ന് പറയുന്ന അസുഖത്തിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പല ഫേസിലായിട്ടാണ് ഈ അസുഖങ്ങൾ എപ്പോഴും സിംറ്റംസ് കാണിക്കുന്നത്. ആദ്യം വരുമ്പോൾ ഇതുപോലെ വെള്ളം പോലത്തെ വയറിളക്കമായിരിക്കും. ഈ കോവിഡിന് ശേഷം വന്ന പല അസുഖങ്ങളിലും ഈ ചുമ മാറാതെ നിൽക്കുന്ന പല കണ്ടീഷൻസാണ്. അതുപോലെ തന്നെ ഫ്ലൂ വൈറസ് പലതും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉള്ളവർക്കും ക്യാൻസർ, കീമോതെറാപ്പി പോലെയുള്ള അസുഖങ്ങളിലേക്ക് പോകുന്ന ഇമ്മ്യൂണിറ്റി ലെവൽ കുറഞ്ഞിരിക്കുന്നവർക്ക് ഈ പ്രശ്നം കൂടുതലാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് പലപ്പോഴും ന്യൂമോണിയ ബാധിച്ചു മരിച്ചുപോയി എന്ന് നമ്മൾ കേൾക്കേണ്ടി വരുന്നത്. ഉള്ളത് അലാമിങ് സിംറ്റംസ് ഉള്ള സൈൻസ് ഉള്ള പേഷ്യൻസ് നമ്മൾ മാറ്റി നമ്മൾ കൃത്യമായിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യും. ഇപ്പം നമുക്ക് സ്ട്രിക്റ്റ് ആണ്, നമ്മൾ ആരും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങിക്കരുതെന്ന് രോഗികളോട് പറയും. എന്നാലും വാങ്ങിച്ച് കഴിക്കുന്നവരുണ്ട്. അപ്പം എൻ്റെ ഏറ്റവും വലിയ അഡ്വൈസ് എന്ന് പറയുന്നത് എല്ലാ അസുഖങ്ങൾക്കും ആൻറ്റിബയോട്ടിക് ആവശ്യമില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഗർഭിണികളിലും കുട്ടികളിലും ഒന്നും നമുക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ല. അവർ വൾണറബിൾ ഗ്രൂപ്പാണ്. വയസ്സുള്ളവർ, അവർക്കൊക്കെ വളരെ മൈൽഡായിട്ടുള്ള മരുന്നുകളിൽ തീർക്കാവുന്ന കാര്യങ്ങളാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്രമാതീതമായ രീതിയിലാണ് പനി ബാധിച്ചവരുടെ എണ്ണം കൂടി വരുന്നത്. ഇതിന് വേണ്ട മുൻകരുതലുകളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും നമുക്ക് ഡോക്ടർ ഷീജയോട് ചോദിച്ചറിയാം. നമസ്കാരം മാം. നമസ്കാരം മാഡം, മഴക്കാലമായ ശേഷം പനി ഒരുപാടധികം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. OPDയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഏത് തരത്തിലുള്ള പനിയാണ് മാം? സാധാരണ ജലദോഷം, അതായത് ഫ്ലൂ ടൈപ്പ് പനികൾ വരാറുണ്ട്. അതല്ലാതെ കുറച്ചുകൂടി മാറ്റമുള്ള ടൈപ്പ് പനികളും ഉണ്ട്. പക്ഷെ കൂടുതലും നമുക്ക് കിട്ടുന്ന ഫ്ലൂ ടൈപ്പ് തന്നെയാണ്. ഇതിനിടയിൽ കൂടി കുറച്ച് വൈറൽ പനികൾ തന്നെ വരുന്നുണ്ട്. പക്ഷെ എല്ലാം നമ്മൾ എന്താ പറയുക, ഒരേ രീതിയിൽ തന്നെയാണ് കാണുകയും പരിശോധനകളും ഒക്കെ ചെയ്യുന്നത് ഒരേ രീതിയിൽ തന്നെ നോക്കിയിട്ട് എന്തെങ്കിലും സിംറ്റംസ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, കാരണം അവരവരുടെ ജോലി പ്രൊഫഷനൊക്കെ നോക്കിയിട്ട് ചില എന്താ പറയുക തൊഴിലുറപ്പ് ഇതിലൊക്കെ പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ജോലി ചെയ്യുന്നവരിൽ കൂടുതൽ പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി അവരെ വീക്ഷിക്കും. കാരണം നമുക്കറിയാമല്ലോ, ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങുന്ന പണി ചെയ്യുന്നവർക്ക് പലതരം പനികൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എലിപ്പനി പോലെയുള്ള പനികൾ, ഡെങ്കിപ്പനി. പക്ഷേ ഇത് ക്രമാതീതമായ നിലവിൽ ഇപ്പം വന്നിട്ടില്ല. പക്ഷേ അവിടെ ഇവിടെയും റിപ്പോർട്ട് ചെയ്ത് ഓരോന്നൊക്കെ വരുന്നുണ്ട്. ഒരുപാട് അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതിനുള്ള മുൻകരുതൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ആളുകൾക്ക് അതിനുള്ള അവബോധം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ നല്ലോണം കുറയ്ക്കാൻ പറ്റും. പലരും പേടിച്ചിട്ട് ആശുപത്രിയിൽ ഒരുപാട് പേര് വരുന്നുണ്ട്. എന്നാൽ ചിലർ പനിയാണെങ്കിലും ഒരു 3-4 ദിവസം 5 ദിവസമോ കഴിഞ്ഞ് വരുന്നവർ, ഒരാഴ്ച കഴിഞ്ഞ് വരുന്നവരും ഉണ്ട്. ഈ പനി വരുമ്പോൾ പൊതുവേ കേൾക്കുന്നതാണ് പനി പനിച്ചു മാറണമെന്ന്. അപ്പോൾ അതിനോട് ഡോക്ടറിന് എന്താ പറയാനുള്ളത്? പനി എന്ന് പറയുന്ന എന്താ പറയുക, അതൊരു സിംറ്റമാണ്. ഒരു അസുഖം, ഒരു വൈറസ് അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ആ വൈറസിൻ്റെ ശക്തി വെളിയിലോട്ട് കാണിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഫീവർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പനി, ഹൈപ്പർ പൈറക്സിയ എന്ന്. പനി പലതിൻ്റെയും ലക്ഷണങ്ങളാണ്. പല പനികളുടെയും പല ഫീവറിൻ്റെയും അല്ലെങ്കിൽ പല വൈറൽ ടൈപ്പ് ഫീവറിൻ്റെയും ബാക്ടീരിയൽ ടൈപ്പ് ഫീവറിൻ്റെയും ലക്ഷണം പനിയായിരിക്കാം. അപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, നമ്മൾ ദിവസവും മാധ്യമങ്ങളിൽ കൂടി കാണുന്നുണ്ട്, പത്രത്തിലും ന്യൂസിലും ഒക്കെ കേൾക്കുന്നുണ്ട്. ഡെങ്കിപ്പനിയുണ്ട്, എലിപ്പനിയുണ്ട്, ഇപ്പോൾ ഷിഗല്ല കേൾക്കുന്നുണ്ട്, ഇടയ്ക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം വന്നിരുന്നു, നിപ്പ കേൾക്കുന്നുണ്ട്, ഇബോള കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം നമുക്ക് ഇപ്പോൾ ഈ നിലവിൽ നമ്മുടെ ഈ കാലാവസ്ഥയിൽ നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് കേൾക്കുന്ന, പക്ഷേ ക്രമാതീതമായ നിലവിൽ ഇത് ബാധിക്കാൻ സാധ്യത കൂടുതലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എല്ലാം ആരോഗ്യ വകുപ്പും പഞ്ചായത്തുകളൊക്കെ ഒത്തൊരുമിച്ച് കൊണ്ട് ഇത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നമുക്ക് ചെയ്യുന്നത്. അതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരുപാട് പനിക്കാർ നമുക്ക് ആശുപത്രിയിലേക്ക് വരുമ്പോൾ ഒരു ദിവസം നമുക്ക് 100-150 OP ഉണ്ടായിരുന്നിടത്തേക്ക് 300-ലേക്കൊക്കെ അങ്ങ് പോകും. അപ്പോൾ ഇതിനകത്ത് എല്ലാ പനിക്കാരും നമ്മൾ ഒരേ രീതിയിൽ കണ്ട് ചികിത്സിച്ച് പോകുമ്പോൾ ഉള്ളത് അലാമിങ് സിംറ്റംസ് ഉള്ള സൈൻസ് ഉള്ള പേഷ്യൻസ് നമ്മൾ മാറ്റി നമ്മൾ കൃത്യമായിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ കുറച്ചുകൂടെ കെയർ അവർക്ക് കൊടുക്കേണ്ടിയിരിക്കും. മാം, ഈ ഷിഗല്ല ഒരു നോർമൽ ഡയറിയും ഷിഗല്ലയും ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഇത് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് സെൽഫായിട്ട് ഇത് എങ്ങനെയെങ്കിലും ഇത് അറിയാൻ സാധിക്കുമോ? ഇപ്പം നോർമൽ ഒരു വയറ്റിളക്കം അങ്ങനെ ഉണ്ടാകുമ്പോൾ പേഷ്യൻസ് ചിലപ്പോൾ പലപ്പോഴും നോർമൽ ആണെന്ന് കരുതി വീട്ടിൽ തന്നെ 1-2 ദിവസം അതൊന്ന് അവർ സെറ്റിൽ ആവുമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടാവും. പക്ഷേ എങ്ങനെ ഇത് തിരിച്ചറിയും, എനിക്കിതല്ല മറ്റൊരു അസുഖമാണെന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? സാധാരണ വയറിളക്കം എന്ന് പറയുന്നത്, വയറിളക്ക രോഗങ്ങൾ കൂടുതലും വൈറസ് മുഖാന്തരം ഉണ്ടാകുന്നതാണ് പൊതുവേ. പക്ഷേ പല രോഗങ്ങളുടെയും സിംറ്റം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല പനികളിലും വയറിളക്കം കൂടി വരാറുണ്ട്. ഇപ്പോൾ വൈറൽ പനിയിലും വയറിളക്കം വരാറുണ്ട്, ടൈഫോയിഡിൽ വയറിളക്കം വരാറുണ്ട്,
മഞ്ഞപ്പിത്തത്തിൽ വയറിളക്കം വരാറുണ്ട്, എലിപ്പനിയിലും വയറിളക്കം വരാറുണ്ട്. അപ്പോൾ ഏതിലും വയറിളക്കം എന്ന് പറയുന്നത് കൂടെ ചേർന്ന് വരാറുണ്ട്, ഇഴുകി ചേർന്ന് വരാറുണ്ട്. അപ്പോൾ ഈ വയറിളക്കം എന്ന് പറയുമ്പോൾ ഏത് വയറിളക്കമാണെങ്കിൽ അത് താനേ വൈറൽ ടൈപ്പ് വൈറസ് കൊണ്ടുണ്ടാകുന്ന വയറിളക്കമാണെങ്കിൽ അത് സെൽഫ് ലിമിറ്റിംഗ് ആയിരിക്കും. 3 days നമ്മൾ നല്ലോണം അവരെ നല്ല രീതിയിൽ പരിചരിച്ച് കഴിയുകയും നല്ലോണം വെള്ളം കുടിക്കുകയും നിർജ്ജലീകരണം ഒഴിവാക്കുകയും ചെയ്താൽ 3 ദിവസം 4 ദിവസം കൊണ്ട് അത് നല്ലോണം ക്ലിയർ ആയി പോകും. പക്ഷേ ഈ പറഞ്ഞ ഷിഗല്ല എന്ന് പറയുന്ന അസുഖത്തിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പല ഫേസിലായിട്ടാണ് ഈ അസുഖങ്ങൾ എപ്പോഴും സിംറ്റംസ് കാണിക്കുന്നത്. ആദ്യം വരുമ്പോൾ ഇതുപോലെ വെള്ളം പോലത്തെ വയറിളക്കമായിരിക്കും. ഈ പറഞ്ഞ 3-4 ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇത് മാറുന്നുണ്ടാവില്ല. ഒരാഴ്ച ആയിട്ടായിരിക്കും ചിലപ്പോൾ രോഗി നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോഴേക്കും ഇതിൻ്റെ സ്റ്റേജ് 2ാമത്തേലേക്ക് കയറിയിരിക്കും, അടുത്ത ഫേസിലേക്ക് കയറും. അപ്പോൾ വെച്ചത് വരുന്നത് വെള്ളം പോലെ ആയിരിക്കില്ല വരുന്നത്, കുറച്ചുകൂടി കട്ടിയ മ്യൂക്കസ് ചളി പോലെയും രക്തവും കൂടെ ചേർന്നിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. ചിലപ്പം നല്ല ബ്ലഡി സ്റ്റൂൾസ് തന്നെയായിരിക്കും വരുന്നത്, ബ്ലഡ് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പേടിക്കും. അപ്പോൾ അവർ സാധാരണഗതിയിൽ എല്ലാവരും വയറുകടി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി നമ്മൾ എടുക്കണം. ഒരാഴ്ച മുമ്പുള്ള കഴിച്ച ആഹാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ പലർക്കും മറന്നു പോയിട്ടുണ്ടാവും. എന്നാലും ചിലർ ആലോചിച്ച് ഓർമ്മിച്ചൊക്കെ പറയും. ഇപ്പം പലരും നമ്മൾ ചോദിക്കും വയറിളക്കം വന്നത്, ഞാൻ ഇന്നലെ മാങ്ങ കഴിച്ചു ഡോക്ടറെ, ഇന്നലെ ഞാൻ ചക്കപ്പഴം കഴിച്ചു ഡോക്ടറെ, ഇങ്ങനെ പറയും. അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ഒരു പൊറോട്ട കഴിച്ചു, അല്ലെങ്കിൽ ബീഫ് കഴിച്ചു. പലതും നമ്മൾ ചോദിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അന്തരീക്ഷം പെട്ടെന്ന് ചൂടിൽ നിന്ന് മാറി മഴക്കാലത്തിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഈ മഴക്കാലത്തിലേക്ക് വരുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ അന്തരീക്ഷത്തിലെ താപം, സാന്ദ്രത ഒക്കെ വ്യത്യാസം വന്നിരിക്കുകയാണ്. അപ്പം ഈ പറഞ്ഞ വൈറസുകൾക്കും ബാക്ടീരിയകൾക്കൊക്കെ ഇഷ്ടംപോലെ കളിക്കാനുള്ള ഒരു പ്രതലം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആഹാരം മുമ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെ അല്ല, അത്രയുമല്ല, അതിനേക്കാളും കൂടുതൽ കെയറോടുകൂടി നല്ല വൃത്തിയായിട്ട് പാചകം ചെയ്ത ഭക്ഷണം മാത്രമേ കഴിക്കാവുള്ളൂ. അതുപോലെ വെള്ളം എന്ന് പറയുന്നത് നല്ല വെട്ടിത്തിളച്ച വെള്ളം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. വെട്ടിത്തിളച്ച് പിന്നെ തണുത്ത് കുടിക്കാൻ പാകത്തിലാകാം. അല്ലാതെ സാധാരണ കിട്ടുന്ന ഒരു വെള്ളവും നമ്മൾ എടുത്ത് കുടിക്കാനേ പാടില്ല. തുറന്നു വെച്ചിരിക്കുന്ന ഒരു ആഹാരവും കഴിക്കരുത്, തുറന്നു വെച്ചിരിക്കുന്ന ഒരു വെള്ളവും എടുത്ത് കുടിക്കരുത്. പ്രത്യേകിച്ച് ഈ ഇൻസ്റ്റൻ്റായിട്ട് കലക്കി തരുന്ന ജ്യൂസുകളൊക്കെ ഉണ്ടാവുമല്ലോ, കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ ഫ്രഷ് ആയിട്ട് കിട്ടുന്നെന്ന് പറയും. പക്ഷേ ഇതിൽ ചേർക്കുന്ന വെള്ളമൊക്കെ നമുക്കറിയില്ല, തിളപ്പിച്ചാറിയ വെള്ളമൊന്നും അല്ലല്ലോ ആരും തരുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും വൃത്തിയായിട്ട് രീതിയിൽ നമ്മളത് പരിപാലിക്കണം. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ബേക്കറിയിൽ നിന്ന് അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതെ. അപ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഹൈജീനും കൂടെ, വ്യക്തി ശുചിത്വം ഇതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എപ്പോഴൊക്കെ പലരും പെട്ടെന്ന് ഓടി വന്ന് ഒരു കൈകഴുകലും കഴുകിയിട്ട് ആഹാരം കഴിക്കുന്നവരാണ് നമ്മളെല്ലാവരും, ഇല്ലേ? പക്ഷെ അതിനകത്ത് ശരിക്കും വ്യക്തിശുചിത്വത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആഹാരത്തിന് മുന്നേ വെള്ളം കുടിക്കാനാണെങ്കിൽ ഒരു പാത്രം എടുത്താലും നമ്മൾ നല്ല വൃത്തിയായിട്ട് കൈ നല്ലോണം സോപ്പിട്ട് കൈ വാഷ് ചെയ്തിരിക്കണം. നല്ല വൃത്തിയായിട്ട് കൈ അകവും പുറവും മൊത്തമേ കഴുകി ശരിക്കും ഒരു 15 മിനിറ്റെങ്കിലും നല്ലോണം വൃത്തിയായിട്ട് കഴുകണം എന്നാണ് ഞങ്ങൾ ഹാൻഡ് വാഷ് ടെക്നിക്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഹാൻഡ് ഹൈജീൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നഖത്തിനിടയിലൊക്കെ ഇരിക്കും, പറയാൻ പറ്റത്തില്ല, അതൊന്ന്. രണ്ടാമത് നമ്മൾ ടോയ്ലറ്റിലൊക്കെ വാഷ്റൂമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അതുപോലെ നല്ലവണ്ണം കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുഞ്ഞുങ്ങളെയാണ്. ടോയ്ലറ്റൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ കൈ നല്ലവണ്ണം കഴുകണമെന്ന് പഠിപ്പിച്ചു കൊടുക്കും. പക്ഷേ സ്കൂളിലൊക്കെ ഇതെല്ലാം വെച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പം വീടുകൾ നമ്മൾ ശീലിപ്പിച്ച് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. ഡോക്ടർ, ഇപ്പം നമുക്ക് പനി വന്നു കഴിഞ്ഞു, ഇപ്പം പനിയൊക്കെ മാറിക്കഴിഞ്ഞ് ചുമ വളരെ സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പം 6 മാസത്തോളം ഒക്കെ ഈ ചുമ നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് മാറുന്നതും ഭയങ്കര പാടാണ്. അതായത് ഇപ്പം റീസെൻ്റ്ലി ഭയങ്കരമായിട്ട് അതങ്ങനെ നിലനിൽക്കുന്ന കാര്യം എന്തായിരിക്കും? ഇത് നമുക്ക് ഉദാഹരണം, നമുക്ക് കോവിഡ് വന്നത് ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ. 2020 നമ്മൾ കോവിഡ് അഫക്റ്റഡ് ആയിട്ടുണ്ട്. ഈ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഈ കോവിഡിന് ശേഷം വന്ന പല അസുഖങ്ങളിലും ഈ ചുമ മാറാതെ നിൽക്കുന്ന പല കണ്ടീഷൻസുണ്ട്. അതുപോലെ തന്നെ ഫ്ലൂ വൈറസ് പലതും അങ്ങനെ തന്നെയാണ്. ആ ഇറിറ്റേഷൻ, അത് ഒരു ആൻറ്റിജൻ അല്ലെങ്കിൽ ആൻറ്റിബോഡിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു വസ്തുതയാണ് നമ്മുടെ ചെസ്റ്റിനെ അല്ലെങ്കിൽ ലങ്സിനെ ബാധിച്ചിട്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കൂടി ആ ചുമ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കും. ചിലർക്കത് വീസിങ്, അതായത് ശ്വാസം മുട്ടലിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ലങ്സിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ തൊണ്ട ഇവിടെയുള്ള നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയർ ശരിയല്ലാതെ വരുമ്പോഴാണ് ഈ ഇൻഫെക്ഷൻ മാറുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ ആ റെസ്പോൺസ് മാറാതെ മുന്നോട്ട്. അതേപോലെ ഡോക്ടർ, ഇപ്പം ഈ ന്യൂമോണിയ വന്ന് ബാധിച്ചു മരിച്ചു എന്നൊക്കെ പറയും. ചിലപ്പോൾ ഈ പേഷ്യൻസ് വീട്ടിലൊക്കെ സ്വാഭാവികമായിട്ടിരുന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മളൊരു 2 days കഴിയുമ്പോൾ നമ്മൾ കേൾക്കായിരിക്കും ന്യൂമോണിയ ഭയങ്കരമായിട്ട് കൂടിയ ആൾ മരിച്ചത്. അപ്പം എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് ഇതിന് തൊട്ട് മുമ്പ് ഇതറിയാം? കാര്യം ഉറപ്പായിട്ട് ശ്വാസതടസ്സം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവേണ്ടതാണല്ലോ. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ ഇവർ മേ ബി വെന്റിലേറ്ററിലോട്ട് മാറുന്ന കേസ് വരെ നമ്മൾ കേൾക്കാറുണ്ട്. അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? സാധാരണഗതിയിൽ നമുക്ക് ഈ ന്യൂമോണിയ എന്ന് പറയുന്ന ആർക്ക് വേണമെങ്കിലും ന്യൂമോണിയ വരാം. ഇതിൽ ശ്വാസകോശത്തിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് വൈറസിൻ്റെ ആകാം, ബാക്ടീരിയയുടേതും ആകാം.
ഓക്കെ. അപ്പോൾ ഈ ന്യൂമോണിയ ബാധിച്ചു കഴിഞ്ഞാൽ എപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനത്തിനെ കംപ്ലീറ്റ് അത് ഡൗൺ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് എല്ലാവർക്കും ന്യൂമോണിയ കൊണ്ട് മരിക്കണമെന്നൊന്നും ഒരിക്കലും ഇല്ല. ന്യൂമോണിയ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന അസുഖം തന്നെയാണ്. പക്ഷെ എപ്പോഴും നമ്മുടെ ശരീരത്തിൽ കൂടുതൽ കോമോർബിഡിറ്റീസ് എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഡയബറ്റിസ് പോലത്തെ പഞ്ചസാര പോലെയുള്ള അസുഖങ്ങൾ, ഡയബറ്റിസ് മെലിറ്റസ് പോലെയുള്ള അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി കുറവാണ്, നമ്മുടെ പ്രതിരോധ ശക്തി കുറവാണ്, അങ്ങനെയുള്ള കണ്ടീഷൻ, അതായത് വയസ്സുള്ളവർ, പിന്നെ ഈ പറഞ്ഞ ക്യാൻസർ കീമോതെറാപ്പിയൊക്കെ ക്യാൻസർ ചികിത്സ കഴിഞ്ഞവർ, കീമോതെറാപ്പി ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഗർഭിണികൾ, അപ്പം മുലയൂട്ടുന്ന അമ്മമാർ, തീരെ ചെറിയ കുഞ്ഞുങ്ങൾ, ഇവർക്കൊക്കെ പ്രതിരോധ ശക്തി അത്രയും ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. ന്യൂമോണിയ വന്നാൽ നമ്മൾ സാധാരണ ഒരു അഡൽട്ടിൽ, ഒരു പ്രായപൂർത്തിയായ ഒരാളിന് പെട്ടെന്ന് അസുഖം ഭേദമാകുന്നത് പോലെയല്ല, ഇവർക്ക് മാറാൻ ഇച്ചിരി സമയമെടുക്കും. അപ്പോൾ ഇച്ചിരി സമയമെടുക്കുന്ന മാത്രം വേഴ്സ് ആകാനുള്ള സാധ്യതയും, പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉള്ളവർക്കും ക്യാൻസർ കീമോതെറാപ്പി പോലെയുള്ള അസുഖങ്ങളിലേക്ക് പോകുന്ന ഇമ്മ്യൂണിറ്റി ലെവൽ കുറഞ്ഞിരിക്കുന്നവർക്ക് ഈ പ്രശ്നം കൂടുതലാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് പലപ്പോഴും ന്യൂമോണിയ ബാധിച്ചു മരിച്ചുപോയി എന്ന് നമ്മൾ കേൾക്കേണ്ടി വരുന്നത്. ഒരു ഫേറ്റൽ എൻഡ് സ്റ്റേജ് പോലെയാണത് ന്യൂമോണിയ ബാധിക്കുന്നത്. പല അസുഖങ്ങളുടെ അവസാനം ചിലപ്പോൾ നിൽക്കുന്ന ലങ്സിൽ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ലിവറിലായിരിക്കും, അല്ലെങ്കിൽ കിഡ്നിയിലായിരിക്കും ഫെയിലിയറിലോട്ട് പോകുന്നത്. അപ്പോൾ ഹാർട്ട് ഫെയിലിയർ വരാം, കിഡ്നി ഫെയിലിയർ വരാം, ലിവർ ഫെയിലിയർ വരാം, അതുപോലെ തന്നെ റെസ്പിറേഷൻ ലങ്സിനും ഫെയിലിയറിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ന്യൂമോണിയയിലായിരിക്കും ചെന്ന് നിൽക്കുന്നത്, എൻഡ് ചെയ്യുന്നത് അവിടെയായിരിക്കും. മേഡം ഇപ്പോൾ ഡയബറ്റിക്സ് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, നമ്മളതൊരു വളരെ നോർമലായി ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടാണല്ലോ അത് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ അത് ഇത്ര പേടിക്കേണ്ട സാധനമാണോ ഡയബറ്റിക്സ് എന്ന് പറയുന്നത്? ആക്ച്വലി നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ കാര്യമാണ് നമ്മളിപ്പം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽപ്പെട്ട ഒരു കില്ലർ ഡിസീസാണ് ആക്ച്വലി. അപ്പോൾ ഇപ്പോൾ ഡെങ്കിപ്പനി, എലിപ്പനി, നമ്മൾ ഈ പറഞ്ഞ പനികളൊക്കെ നമ്മൾ ചികിത്സിച്ച് ഭേദമൊക്കെ, 1000 പേർക്ക് പനി വന്നാൽ ചിലപ്പോൾ ഒരാളിന് മാത്രമേ അതിനകത്ത് കോംപ്ലിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ആണ് ഈ ഫീവർ, കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയും. അതേസമയം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് നമ്മൾ ജീവിതകാലം മൊത്തവും കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അവരെ നമ്മൾ ജീവിതകാലം മൊത്തവും കൂട്ടുകാരനെ പോലെ കൊണ്ട് നടക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്, അവരെ കെയർ ചെയ്ത് നല്ലോണം കെയർ ചെയ്ത് കൂടെ കൊണ്ടുപോകണം. പ്രഷറാകട്ടെ, ഡയബറ്റീസ് ആകട്ടെ, പിന്നെ അങ്ങനെയുള്ള എല്ലാ തരം അസുഖങ്ങളെയും നമ്മുടെ കൂട്ടത്തിൽ കൊണ്ട് നടക്കണം, കൂട്ടത്തിൽ കൊണ്ട് കെയർ ചെയ്ത് പോകണം. ഇല്ലെങ്കിൽ ഇവരുടെ സ്വഭാവം മാറും. ഇവരുടെ സ്വഭാവം മാറിയാൽ അത് നമ്മുടെ ശരീരത്തിനെ വളരെ വല്ലാതെ ബാധിക്കും. അപ്പം ഷുഗർ വില്ലനാണോ എന്ന് ചോദിച്ചാൽ കെയർ ചെയ്ത് കൊണ്ടുപോയാൽ അവർ ഒരു പ്രയാസവും കാണിക്കില്ല. പക്ഷേ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ തിരിച്ച് ഉള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ഇമ്മ്യൂണിറ്റി ലെവലുണ്ടല്ലോ, അത് താഴേക്ക് പോകും. അപ്പോൾ നമ്മുടെ രക്തക്കുഴലുകളെയാണ് ഇത് കൂടുതലും ബാധിക്കുന്നത്. കണ്ണിലേക്കുള്ളത്, താഴെ ഹാർട്ടിലേക്കുള്ളത്, കിഡ്നിയിലേക്കുള്ളത്, ലിവറിലേക്കുള്ളത്, നമ്മുടെ കാലുകളിലേക്കുള്ള രക്തക്കുഴലുകളെയാണ് കൂടുതൽ ഇത് ബാധിക്കുക. രക്തഓട്ടം കുറയ്ക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരും. അപ്പോൾ ഇതിൻ്റെ കൂടെ ചേർന്ന് പലപ്പോഴും അന്ധത ഇല്ലേ, പലർക്കും റെറ്റിനോപ്പതി, കിഡ്നിയിലേക്ക് വന്ന നെഫ്രോപ്പതി, പെരിഫറൽ ന്യൂറോപ്പതി, ഇങ്ങനെയുള്ള പല കോംപ്ലിക്കേഷൻസ് ഡയബറ്റീസ് ഉണ്ടാക്കും. അത് പലപ്പോഴും നമ്മൾ അറിയാണ്ട് പോകും. ഇപ്പോൾ സൈലൻറ്റ് കില്ലർ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ കംപ്ലയിൻസ്, അതായത് കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ പല അവയവങ്ങളിലേക്ക് അത് ബാധിച്ച് കഴിയുമ്പോൾ മാത്രമേ നമ്മൾ കോംപ്ലിക്കേഷൻ ആയി എന്നുള്ളത് അപ്പോഴറിയുന്നു. ഷുഗർ എന്ന് പറയുന്നത്, ഷുഗറിനെ കുറച്ചാൽ മാത്രം അസുഖം തീരില്ല. അപ്പോൾ നമ്മൾ 6 മാസത്തിലൊരിക്കൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിഡ്നിയും കണ്ണിനെയും ഒക്കെ ഒന്ന് പരിശോധിച്ച് ഇവർക്കൊന്നും കുഴപ്പമില്ല എന്ന് വരുത്തി വെക്കണം. ഷുഗറിന്, ഡയബറ്റിസ് മെലിറ്റസിന് 15 വർഷമോ 20 വർഷമോ 35 വർഷമോ 40 വർഷമോ വേണമെങ്കിൽ നമുക്ക് കൊണ്ട് നടക്കാം. പക്ഷെ 2 വർഷം കൊണ്ട് കോംപ്ലിക്കേഷൻ ആകുന്ന ആളുകളും ഉണ്ട്. കാരണം ശ്രദ്ധിക്കാത്തതുകൊണ്ട്, നെഗ്ലക്റ്റഡ് ആയിട്ട് ഷുഗർ അമിതമായി നമ്മുടെ ശരീരത്തിലേക്ക് കൂടി പോകുന്നു. അപ്പോൾ അവർ കൺട്രോൾ, ഇപ്പോൾ ഒരാൾ ഹൈപ്പറായി പോകണമെന്ന് വിചാരിച്ചുള്ളൂ, അതായത് അയാൾ ഭയങ്കര ഹൈപ്പറായി പോകുമ്പോൾ നമ്മൾ കൂടെ നിൽക്കുന്ന അയാൾ അത്രയും പോകണ്ട, താഴോട്ട് വാ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അതാണ് ഇൻസുലിൻ. ഇൻസുലിൻ പറയും മേളോട്ട് പോണ്ട, നീ താഴേക്ക് വാ എന്ന് പറയും. അപ്പോൾ ആ ഇൻസുലിൻ്റെ അളവ് കുറച്ച് കഴിയുമ്പോൾ ഇൻസുലിന് പറ്റാണ്ടാകും. ഒരാളിന് പറ്റുന്ന ജോലിനേക്കാളും കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ ആ ജോലി ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും. ഇൻസുലിനും താഴേക്ക് പോയി, പക്ഷെ ഷുഗർ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ അവയവങ്ങളും പാടുപെടും. അവരും പറയും എന്നെക്കൊണ്ട് പറ്റില്ല, ഈ പണി എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഫെയിലുവറിലോട്ട് പോകുന്നത്. ഓർഗൻ ഫെയിലർ എന്ന് പറയുന്നത് അവിടെയാണ്. എനിക്കിനി ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ ടയേർഡായി, ഞാൻ വീക്കായി, എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ അവയവങ്ങൾ അകത്തിരുന്ന് പറയുകയാണ് എനിക്ക് പറ്റില്ല. അപ്പോൾ അവിടെയാണ് ഫെയിലറിലേക്ക് പോകുന്നത്. അപ്പോൾ ഷുഗറിനെ നമ്മൾ എപ്പോഴും ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോയി കെയർ ചെയ്ത് ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോവുക.
ചികിത്സേനെ പേടിക്കേണ്ട ആവശ്യം, പലർക്കും ചികിത്സ ചെയ്യാൻ ഭയങ്കര പേടിയാണ്. ഈ ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചാൽ കുറേ നാൾ കഴിയുമ്പോൾ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറയാം, ലോങ് ടേം ഇത് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പം ഈ ഷുഗർ വരുന്ന മിക്കവാറും ഡയബറ്റീസ് ഉള്ള ആളുകൾ പറഞ്ഞ് കൂടുതൽ കേൾക്കുന്നതാണ്. അതിൽ ഒരു പരിധി വരെ ശരിയുണ്ടോ മാം? ലോങ് ടേം മെഡിസിൻ അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ശരിക്കും ഈ പറഞ്ഞ എല്ലാ രോഗികളും നമ്മുടെ മരുന്ന് കഴിക്കാൻ പറയുമ്പോൾ ആദ്യം ഡോക്ടറെ എനിക്ക് മരുന്ന് വേണ്ട, ഞാൻ കൺട്രോൾ ചെയ്തോളാം, ഓക്കെ എന്ന് പറയുന്ന ഒരു 60-70% ആൾക്കാരും ഇങ്ങനെ തന്നെയാണ് പറയാറ്. അത് ഇനി കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ജീവിതകാലം മൊത്തം കഴിക്കണം, ഇതിൻ്റെ കോംപ്ലിക്കേഷൻ മൊത്തം ഞാൻ എന്തായാലും സഹിക്കേണ്ടി വരും. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ആഹാരം 3 നേരം കഴിക്കുന്ന ആളുകളാണല്ലോ, മനുഷ്യരാണ് നമ്മൾ. എന്തായാലും മിനിമം 3 നേരമെങ്കിലും ആഹാരം കഴിക്കും. ഈ 3 നേരം കഴിക്കുന്ന ആഹാരം നമ്മൾ എന്തിനാണ് വണ്ടി ഓടിക്കുന്നത്? എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത്? വണ്ടി ഓടിക്കണമെങ്കിൽ എന്ത് വേണം? എനർജി വേണം, പെട്രോളോ ഡീസലോ വേണമല്ലോ. അപ്പോൾ ഈ പെട്രോളോ ഡീസലോ തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? വണ്ടി ഓടുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? പിന്നെ അടിക്കും. അപ്പോൾ ഈ വണ്ടി അത് പെട്രോൾ കത്തിച്ച് തീർക്കുക, അല്ലെങ്കിൽ ഡീസൽ കത്തിച്ച് തീർന്നിട്ടാണ് നമ്മൾ അടുത്തത് റീഫില്ല് ചെയ്യണത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ഒരു ദിവസം നമുക്ക് എത്ര കാലറി നമുക്ക് വേണതിനേക്കാളും കൂടുതൽ നമ്മൾ കഴിക്കുന്നുണ്ട്. ആ കഴിക്കുന്ന മൊത്തം നമ്മൾ കത്തിച്ച് കളയുന്നില്ല. നമുക്ക് നടക്കാനും അല്ലെങ്കിൽ നമുക്ക് ചിരിക്കാനും നമുക്ക് കുളിക്കാനും ഉറങ്ങാനും അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് ആക്ടിവിറ്റീസിനുള്ള എനർജി മാത്രമേ പലരും ഉപയോഗിക്കുന്നുള്ളൂ. എല്ലാവരെയും അല്ല ഞാൻ പറഞ്ഞത്. നല്ലോണം എക്സസൈസ് ചെയ്യുന്ന ആളുകളുണ്ട്, നല്ല കാലറീസ് ബേൺ ചെയ്ത് കളയുന്ന ആളുകളുണ്ട്. അവരൊക്കെ നല്ലതായിട്ട് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നവരാണ്. പക്ഷേ ഈ പറഞ്ഞ പലരും ഇതൊന്നും ചെയ്യാത്തവരാണ്. അപ്പം നമ്മുടെ എനർജി സ്റ്റോറുകൾ ഇഷ്ടം പോലെ ബാക്കി അവിടെ കിടപ്പുണ്ട്. നമുക്ക് പത്തായപ്പുരയുണ്ട്. ആ പത്തായത്തിൽ നമ്മൾ ഇതെല്ലാം ഇങ്ങനെ അടുക്കി ഇട്ടേക്കും. ഈ പത്തായത്തിൽ നിന്ന് നമ്മൾ പിന്നെ എടുത്ത് ഉപയോഗിക്കുന്നത് പിന്നെയും ഇങ്ങനെ നമ്മൾ എന്താ പറയുക, ഈ ചട്ടിയിൽ എണ്ണ ഉപയോഗിച്ച് പിന്നെ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു സാധനത്തിലാണ് നമ്മൾ ഇരിക്കുക. ഓക്കെ, അപ്പോൾ ആ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മൾ കത്തിച്ച് കളയാത്തിടത്തോളം കാലം, നമ്മൾ യൂസ് ചെയ്ത് നല്ലോണം ഉപയോഗിച്ച് കളയാത്തിടത്തോളം കാലം നമ്മുടെ അവയവങ്ങൾക്ക് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടില്ല. I prefer philosophy and spirituality over linguistic scientific temperament by റോഷൻ ലാൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ പുസ്തകത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുകയാണ്. ഈ പുസ്തകത്തിൽ കൂടിയിട്ട് ശ്രീ റോഷൻ ലാൽ സ്പിരിച്വൽ, ലിംഗ്വിസ്റ്റിക്, സയൻറ്റിഫിക് ടെമ്പർമെൻറ്റ് കാഴ്ചപ്പാടുകളൊക്കെ വായനക്കാരിൽ കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു നവ എഴുത്തുകാരൻ എന്ന നിലയിൽ താങ്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, അപ്പോൾ 3 നേരം ആഹാരം കഴിക്കുന്ന ഒരു വ്യക്തി ഈ പറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. നല്ല കൺട്രോൾ ഡയറ്റ്, എക്സസൈസ്. പിന്നെ 3-മതേ മരുന്ന് വരുന്നുള്ളൂ. നമ്മൾ 3-മതേ മരുന്ന് പറയത്തുള്ളൂ. ആദ്യം പറഞ്ഞ ഇത് തന്നെയാണ്. ഭക്ഷണ തളിക പറഞ്ഞു കൊടുക്കും. ഭക്ഷണ തളികയിൽ എന്താണ് വേണ്ടതെന്നുള്ള നമ്മൾ പറഞ്ഞു കൊടുക്കും. ഡയബറ്റിക് ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതിനകത്ത് കഴിക്കേണ്ട ഭക്ഷണങ്ങളുടെ കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ആഹാര സാധനങ്ങളിൽ ഈ ലോകത്ത് കിട്ടാവുന്ന എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എല്ലാത്തരം ഫ്രൂട്ട്സും വെജിറ്റബിൾസും സീരിയൽസും എല്ലാം കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. കൊച്ചു കേരളത്തിലെല്ലാം കിട്ടും. പക്ഷെ നമ്മൾ എന്നാലും മലയാളികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡിനോട് മാത്രം അഫിനിറ്റി കാണിക്കുന്നവരാണ്. കപ്പയും മീനും ഒക്കെ കിട്ടിയാൽ നമ്മൾ അത് തന്നെയാണ് കൂടുതലും, അല്ലേ? കപ്പ ചക്കയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ അതിന്. ചോറ് നമുക്കൊരു വീക്ക്നെസ്സാണ്. ചോറില്ലാത്ത ഒരു ആഹാരം നമുക്കില്ല. പക്ഷെ നമ്മുടെ ഏറ്റവും കൂടുതൽ ഷുഗർ പേഷ്യൻസ് ഉള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. അപ്പം നമ്മുടെ ആഹാര രീതി ഒന്ന്, ജീവിത രീതി വേറൊന്ന്, ജീവിതശൈലി. ഈ 2 കാര്യങ്ങളും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ സ്പീഷീസിന് നമുക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലുള്ളതാണ്. അപ്പോൾ ജനറേഷൻ ഇങ്ങനെ മാറി മാറി ഡയബറ്റീസ് പോയിക്കൊണ്ടേയിരിക്കും. മക്കളിലും ചെറുമക്കളിലേക്കുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പണ്ട് അത് 70 വയസ്സിന് ശേഷം അല്ലെങ്കിൽ മരിക്കാൻ സമയത്തോ ഷുഗർ കണ്ടിരിക്കുന്നത്, ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു 10 വർഷത്തിന് ശേഷമായപ്പോൾ അത് 60 വയസ്സിലായി, പിന്നെ 50 വയസ്സിലായി. ഇപ്പം ചെറിയ കുട്ടികൾക്ക് നമുക്ക് എല്ലാവർക്കും കാണുന്നില്ല. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസും ഉണ്ട്, ടൈപ്പ് 2 വളരെ ചെറുപ്പത്തിൽ 20-25 വയസ്സ് കഴിയുമ്പോൾ മുതലേ ഷുഗർ കാണുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ആ ഒരു സംശയം ഉണ്ടോ, നമ്മൾ എന്തിന് മരുന്ന് കഴിക്കുന്നു? ഞാൻ പറഞ്ഞില്ലേ, 2 വർഷം ഷുഗറിൻ്റെ മരുന്ന് കഴിക്കാതിരിക്കുന്നയാളും 35 വർഷം മരുന്ന് കഴിക്കുന്നയാളും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. ഈ 35 വർഷം കഴിച്ച ആൾ കൺട്രോളിൽ നിൽക്കുകയാണെങ്കിൽ ഇയാൾക്ക് കോംപ്ലിക്കേഷൻസ് വളരെ കുറവായിരിക്കും. അതേസമയം 2 വർഷം കൊണ്ട് കൺട്രോൾ ഇല്ലാണ്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെ പോയിട്ട് അവയവങ്ങളെ ഒക്കെ കേടാക്കും. അപ്പോൾ ഏതാണ് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ചെറുപ്പത്തിലേ കൺട്രോൾ ചെയ്യുക. വയസ്സായിട്ടല്ല കൺട്രോൾ ചെയ്യേണ്ടത്, ചെറുപ്പത്തിലെ കൺട്രോൾ ചെയ്ത് ഇവിടുന്ന് നമ്മൾ ഹെൽത്തി ലിവിങ് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ അവിടെയാണ് മെഡിസിൻ്റെ ആവശ്യം വരുന്ന സാഹചര്യത്തിൽ മെഡിസിൻ ഉപയോഗിക്കുക.
മെഡിസിൻ വേണ്ടാത്ത സ്ഥലത്ത് വേണ്ട. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഡയറ്റ്, എക്സസൈസ്, മൂന്നാമത്തെ മരുന്നുള്ളൂ. പക്ഷേ നമ്മൾ അതിനകത്ത് ഹീമോഗ്ലോബിൻ HbA1c എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അതിൻ്റെ ശതമാനം നല്ല ഹൈ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ പറയും മരുന്ന് തന്നെ എടുക്കണം എന്ന് പറയും. എന്നാലും 1-2 മാസമൊക്കെ കടിച്ച് പിടിച്ച് ചിലർ മരുന്ന് കഴിക്കാതിരിക്കുന്നവരുണ്ട്. മരുന്നിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് ഒരു മരുന്ന് ഒരു ഡോക്ടർ എഴുതാറില്ല പലപ്പോഴും ഷുഗറിന് വേണ്ടിയിട്ട്. കാരണം ഷുഗർ കുറഞ്ഞും പോകും, കഴിക്കാതിരുന്നാൽ കൂടിയും വരും. അപ്പോൾ ഈ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നാച്ചുറലി ഡോസ് കുറയ്ക്കും. ആ ഡോസ് കുറച്ച് വരുമ്പോഴത്തേക്കും രോഗിക്ക് ഞാൻ മരുന്ന് കുറയ്ക്കുവാണേ ഭയങ്കര കംഫർട്ടാണ്, ഇൻസുലിൻ കുറയ്ക്കുവാണേ നല്ല കംഫർട്ടാണ്, അപ്പോൾ ഈ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യണേ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ഔട്ടിംഗ് ഒക്കെ നടന്ന് കുറച്ച് ദിവസം തന്നെ അങ്ങ് നിർത്തും. പിന്നെ ഈ തോന്നുന്നതെല്ലാം കഴിക്കും. പിന്നെ തിരിച്ചു വരുമ്പോൾ 300-ലും 400-ലും 500-ലും ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ ഈ അപ്സ് ആൻഡ് ഡൗൺസ് അത്ര നല്ലതല്ല. അവയവങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരാളിന് ചെയ്യാൻ പറ്റുന്ന ജോലിയുടെ ഇരട്ടി ജോലി കൊടുത്തു കഴിഞ്ഞാൽ ആരായാലും തളർന്നു പോകും. അപ്പോൾ അവയവങ്ങൾ ചെയ്യാൻ പറ്റുന്ന ജോലി എന്ന് പറയുന്നത് അത്രേ പറ്റുള്ളൂ അവർക്ക്. അവരെ കൂടുതൽ സ്ട്രെസ്സിലാക്കാൻ പാടില്ല. മേഡം, അതേപോലെ നിപ്പ നമുക്ക് വീണ്ടും റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോടൊക്കെ ഭയങ്കര ഇഷ്യൂ ആയിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് ഇങ്ങോട്ടേക്ക് ഇതിപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതും ഇല്ല എന്ന് തന്നെ പറയാം. എന്താണ് അതിൻ്റെ ഒരു റീസൺ? വവ്വാലിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ എന്തായിരിക്കും ഇത് പെർട്ടിക്കുലർലി കൂടുതൽ അത് ഉണ്ടാവാനായിട്ടും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാനും കാരണം എന്തായിരിക്കും? ഇത് നമുക്ക് നിപ്പ റിപ്പോർട്ട് ചെയ്ത് 2016-17 കാലയളവിലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. പിന്നെ ഇടയ്ക്കൊരു കഴിഞ്ഞ വർഷം ഏതാണ്ട് ഒരെണ്ണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് എന്താ പറയുക, ഇഫക്റ്റീവായിട്ട് അത് കണ്ടെയ്ൻ ചെയ്ത് നിർത്താൻ പറ്റി. ഏരിയയിൽ തന്നെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാതെ വ്യാപിക്കാത്ത രീതിയിൽ നല്ലോണം ഇഫക്റ്റീവായിട്ട് പിടിച്ചു നിർത്താൻ പറ്റി. പക്ഷെ എനിക്ക് തോന്നുന്നു പ്രാദേശികമായിട്ട് ഇപ്പോഴും അതിൻ്റെ അളവിൽ അവിടെ ഉണ്ട്. വീണ്ടും അവിടെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ തെക്കൻ ഭാഗത്തേക്ക് ഇതുവരെയും വന്നിട്ടില്ല. പല കാരണങ്ങളുണ്ടാകാം, പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാകാം അതിനകത്ത്. ഈ പറഞ്ഞ നിപ്പ വൈറസിൻ്റെ സാന്നിധ്യം നമ്മുടെ ഇങ്ങോട്ടത്തേക്ക് ചിലപ്പോൾ കുറവായിരിക്കാം. അപ്പോൾ ഇതുവരെ അങ്ങനെയൊന്നും നമുക്കിതില്ല. പിന്നെ വ്യാപനം ഒരുപാട് നല്ലോണം തടയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്, എല്ലാവർക്കും അറിയാം. വ്യാപനം തടയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്തു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ക്വാറന്റൈനിങ്ങും മൊത്തമേ ക്ലോസ് ഡൗൺ ചെയ്തു അല്ലേ, എല്ലാം ചെയ്തു. നിപ്പ വൈറസ് വന്നപ്പോഴും ആ ഏരിയ മൊത്തമേ ക്ലോസ് ചെയ്തായിരുന്നു. ക്വാറന്റൈനിങ് ഒക്കെ നല്ലോണം ചെയ്തു. ഇപ്പോഴും അതുപോലെ തന്നെ കണ്ടുപിടിച്ച രോഗിയുടെ ബാക്കിയുള്ള എല്ലാവരെയും ക്വാറന്റൈനിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ പേഴ്സൺ ടു പേഴ്സൺ അല്ലെങ്കിൽ ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും ഈ പറഞ്ഞ നിപ്പ വൈറസ് ആണെങ്കിൽ പോലും വൈറസ് സ്പ്രെഡ് ചെയ്യാൻ ഒരു രോഗിക്ക് അത് ബാധിച്ചു കഴിഞ്ഞാൽ രോഗിയുടെ സ്രവങ്ങളിൽ കൂടി, ഇപ്പോൾ ക്ലോസ് കോണ്ടാക്ട്, ഇപ്പോൾ ഒരു അമ്മ, മകൻ, അല്ലെങ്കിൽ കുഞ്ഞ്, അല്ലെങ്കിൽ ഭർത്താവ്, അപ്പം വയസ്സായ അച്ഛനമ്മമാർ, ഇപ്പം ഇവരിൽ ആരെങ്കിലും നമുക്ക് കെയർ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കെയർ ചെയ്യുമ്പോൾ ആക്സിഡൻ്റലി നമ്മുടെ ശരീരത്തിൽ ഈ സ്രവങ്ങൾ പറ്റാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ നല്ല പേഴ്സണൽ പ്രൊട്ടക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ വരാൻ നമുക്ക് നമ്മൾ തടയാം, പ്രിവെൻഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ കോവിഡ് വാക്സിൻ എടുത്ത ശേഷം നമ്മുടെ ഇമ്മ്യൂണിറ്റി ആളുകളിൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട്. ശരിയാണോ മാം? അത് പിന്നീട് ഒരുപാട് അങ്ങനെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ കേസസോ അല്ലെങ്കിൽ ഈ പെട്ടെന്ന് സ്ട്രോക്ക്, അറ്റാക്ക് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാവുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പല ചാനൽസിലൂടെ ഇങ്ങനെ അറിയുന്നുണ്ട്. അത് ശരിയാണ്? ആക്ച്വലി അത് ഡിബേറ്റിൽ നിൽക്കുന്നൊരു വസ്തുതയാണ്. ഇമ്മ്യൂണിറ്റി കുറയുന്നത് വെച്ചാൽ ആക്ച്വലി ഏത് ഡിസീസ് വന്നാലും നമ്മുടെ ഇമ്മ്യൂണിറ്റി അത് കുറയ്ക്കും. ഏത് അസുഖവും നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു കോമോർബിഡിറ്റീസിൽ പ്രത്യേകിച്ച് ഷുഗറും കൂടെ ഉള്ള ഒരു രോഗിയാണെങ്കിൽ ഈ അസുഖം സൈലൻ്റായിട്ട് വന്നു പോയവരുണ്ട്. പലരും പേടിച്ച് അസുഖത്തിന് ആശുപത്രിയിൽ പോയി ചികിത്സിച്ച് ടെസ്റ്റ് ചെയ്യാത്തവരും ഉണ്ട് കോവിഡിൻ്റെ സമയത്ത്. അതെനിക്ക് സാധാരണ നമ്മൾ പലരും പല രോഗികൾ ഞങ്ങളോട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതൊന്നുമില്ല എനിക്ക് ഡോക്ടറെ എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. എനിക്കതൊന്നുമില്ല, ജലദോഷം ചുമ്മാ ഒരു സിംറ്റംസ് ഇല്ലാതെ ചെറിയ തൊണ്ടവേദനയായിട്ട് വന്നു പോയവരുണ്ട്, ചെറിയ മൂക്കൊലിപ്പായിട്ട് വന്നു പോയവരുണ്ട്, വലിയ പനിയൊന്നും ചെറിയ കുഞ്ഞി പനി വന്നു പോയവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ട്രീറ്റ് ചെയ്യാത്തവർ, ഒന്നും ചെയ്യേണ്ടാത്തവരും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ സൈലൻ്റായിട്ട് വന്നു പോയ അസുഖങ്ങളുള്ളവരുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ അവരിലും ഈ പറഞ്ഞ് നമ്മളെല്ലാവരും വാക്സിൻ എടുത്തവരാണ്. ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ബൂസ്റ്റർ ഡോസ് വരെ ഞങ്ങളാണ് എടുത്തത്, ആരോഗ്യ പ്രവർത്തകരാണ് എടുത്തത്. കാരണം ആദ്യത്തെ ഗിനിപിക്സ് ഞങ്ങൾ എന്ന് പറയുന്നത് പോലെയാണ് ആദ്യമേ ഞങ്ങൾക്കാണ് തന്നത്. കാരണം ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ഹെൽത്ത് വർക്കേഴ്സാണ് ഏറ്റവും കൂടുതൽ രോഗികളുമായിട്ട് സമ്പർക്കം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നിട്ട് പിന്നെ അടുത്ത സീനിയർ സിറ്റിസൺ മുതൽ ബാക്കിയുള്ളവർക്ക് കൊടുത്തു തുടങ്ങിയത്. അപ്പോൾ അതിനകത്ത്
ഈ പറഞ്ഞ ഒരു സംഭവം ശരിക്കും ഡിബേറ്റിൽ നിൽക്കുന്നുണ്ട്, നമുക്കങ്ങനെ കൃത്യമായിട്ട് അതിനകത്ത് അത് ഇമ്മ്യൂണിറ്റി കുറച്ചു എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഈ പറഞ്ഞ വൈറൽ ഡിസീസുകളും ഡയബറ്റീസും എല്ലാം കൂടി നമ്മളൊരു ഇമ്മ്യൂണിറ്റി ലെവൽ പൊതുവേ താഴ്ത്തിയിട്ടുണ്ട്. അതിനകത്ത് വാക്സിൻ്റെ എന്താ പറയുക ഇഫക്റ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് കൂടുതൽ പറഞ്ഞ് ഞങ്ങളൊക്കെ ഒത്തിരി പേര് എടുത്തവരാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആധികാരികമായിട്ടത് നമുക്ക് പറയാൻ കഴിയില്ല. മാഡം, പനി വരുമ്പം അപ്പം ഡോളോ 650 അല്ലെങ്കിൽ പാരസെറ്റമോള്, ട്രൈമോള്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതാത് അസുഖങ്ങൾക്ക് സ്വന്തമായിട്ട് മെഡിസിൻ എടുക്കുന്നുണ്ട്. ഇപ്പം ആൻറ്റിബയോട്ടിക്സ് ഒക്കെ മെഡിക്കൽ സ്റ്റോറിൽ തരരുതെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി അത് കൊടുക്കുന്ന മെഡിക്കൽ സ്റ്റോറുകൾ ഇപ്പോഴും ഉണ്ടാവാം. അപ്പം ഈ സെൽഫായിട്ട് സ്വയം പനിയാന്ന് ഡയഗ്നോസ് ചെയ്ത് സ്വയം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അത് എത്രമാത്രം അത് ഭയാനകരമാണ് മാം? സിറ്റുവേഷൻ എത്ര വേഴ്സ് ആക്കും അത്? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സബ്ജക്റ്റുമായിട്ട് ചേർത്ത് തന്നെ പറയാം. കാരണം നമുക്ക് നേരത്തെ ചോദിച്ചു രോഗികൾക്ക് ഇമ്മ്യൂണിറ്റി കുറയുന്നു, പല അസുഖങ്ങളും വന്നിട്ട് പെട്ടെന്ന് കൂടുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ റെസിസ്റ്റൻസ് അതായത് ബാക്ടീരിയയ്ക്കും റെസിസ്റ്റൻസ് ഉണ്ടാകും. അപ്പോൾ ഈ കടയിൽ ചെന്ന് ചോദിച്ച് മരുന്ന് ആൻറ്റിബയോട്ടിക് വാങ്ങിച്ച് കഴിക്കുന്നവർക്കുള്ള ഒരു പ്രശ്നമെന്ന് വെച്ചാൽ അവർ ഫുൾ കോഴ്സിൽ കഴിക്കത്തില്ല. 2-3 എണ്ണം അങ്ങനെ 2 ദിവസം അങ്ങോട്ട് കഴിച്ചിട്ട് അവരങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അത് കറക്റ്റ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത രീതിയിലും ആയിരിക്കില്ല കഴിക്കുന്നത്. അസുഖം കുറയുമ്പോൾ അതങ്ങ് നിർത്തുന്നു. അപ്പം നിർത്തുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം അസുഖം വരുമ്പോൾ അതേ പോയി മരുന്ന് മേടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ ആൻറ്റിബയോട്ടിക് അതിനകത്ത് പ്രതികരിക്കത്തില്ല. റെസിസ്റ്റൻറ്റ്, ആ ബാക്ടീരിയ റെസിസ്റ്റൻ്റ് ആണ്. ബാക്ടീരിയ സുഖമായിട്ട് മേലോട്ട് വളർന്ന് പെറ്റുപെരുകും. അപ്പോൾ അസുഖം നമുക്ക് കൂടുകയും ചെയ്യും. അപ്പോൾ പലതരം അസുഖങ്ങൾ നമുക്ക് കൂടാൻ ഒരു സാധ്യത ഈ ഓവർ ദ കൗണ്ടറിൽ പോയി ആൻറ്റിബയോട്ടിക് ഇപ്പം നമുക്ക് സ്ട്രിക്റ്റ് ആണ്, നമ്മൾ ആരും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങിക്കരുതെന്ന് തന്നെ രോഗികളോട് പറയും. എന്നാലും വാങ്ങിച്ച് കഴിക്കുന്നവരുണ്ട്. അപ്പം എൻ്റെ ഏറ്റവും വലിയ അഡ്വൈസ് എന്ന് പറയുന്നത് എല്ലാ അസുഖങ്ങൾക്കും ആൻറ്റിബയോട്ടിക് ആവശ്യമില്ല. ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ ഡിസീസിന് മാത്രമേ ആൻറ്റിബയോട്ടിക് ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ പറഞ്ഞതെല്ലാം വൈറസ് ഉണ്ട്, കുറേ അമീബയുണ്ട്, ബാസില്ലയുണ്ട്, ബാക്ടീരിയ ഉണ്ട്, പലതും ഉണ്ട്. അപ്പോൾ ഇതിലെല്ലാത്തിനും ആൻറ്റിബയോട്ടിക് വേണ്ട. അപ്പോൾ ആൻറ്റിബയോട്ടിക് വേണമെന്ന് നിശ്ചയിക്കുന്നത് ചികിത്സിക്കുന്ന ഡോക്ടറാണ് തീരുമാനിക്കുന്നത്. മരുന്ന് നിശ്ചയിക്കുന്നത് ഇന്ന അസുഖത്തിന് മരുന്ന് വേണമെന്നും ഇന്ന മരുന്നാണ് വേണ്ടതെന്നും നിശ്ചയിക്കുന്നത് അതിൻ്റെ ചികിത്സകനാണ്. അപ്പോൾ നമുക്ക് ഓടിപ്പോയി ഇന്ന മരുന്ന് അസിത്രോമൈസിൻ എന്നോ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ഇന്നത് വേണമെന്നോ കടയിൽ പറഞ്ഞാൽ ആദ്യം ഏതെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക് എടുത്ത് കൊടുക്കും. ചിലർ പേര് തന്നെ പറഞ്ഞ് വാങ്ങുന്നവരും ഉണ്ട്. അപ്പോൾ ഈ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പിന്നെ വരുന്ന അസുഖങ്ങൾക്ക് കൂടിയ മരുന്നുകളിലേ രോഗികൾക്ക് സുഖപ്പെടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നിനൊന്ന് മേലോട്ട് മരുന്നുകളുടെ എണ്ണം കൂട്ടേണ്ടി വരും. ഡോസ് കയറി പോകുമോ? അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഗർഭിണികളിലും കുട്ടികളിലും ഒന്നും നമുക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ല. അവർ വൾണറബിൾ ഗ്രൂപ്പാണ്, വയസ്സുള്ളവർ. അവർക്കൊക്കെ വളരെ മൈൽഡായിട്ടുള്ള മരുന്നുകളിൽ തീർക്കാവുന്ന കാര്യങ്ങളാണ്. ആൻറ്റിബയോട്ടിക് കഴിച്ച് ഇപ്പോൾ ഡയറിയ, വൈറൽ ഡയറിയ ആണെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമേ ഇല്ല. അതേസമയം ഷിഗല്ല ആണെങ്കിൽ നമ്മൾ മാറ്റി ചിന്തിക്കണം. അത് അതിനുള്ള പരിശോധനകളുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞ് സ്റ്റൂൾ കൾച്ചർ ഒക്കെ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിന് പ്രിക്കോഷനായിട്ട് നമുക്ക് കാണുമ്പോൾ അറിയാം ഇതിന് കൂടെ വേണം, എന്താ പറയുക, ആൻറ്റിബയോട്ടിക് കൂടെ വേണം. ആ ആൻറ്റിബയോട്ടിക് ഏതാണ് വേണ്ടതെന്നുള്ളത് ചികിത്സകൻ പ്രിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അനാവശ്യമായിട്ടുള്ള ആൻറ്റിബയോട്ടിക് വാങ്ങി കഴിക്കുന്നത്, പ്രത്യേകിച്ച് പനി സീസണിൽ പാരസെറ്റമോൾ പോലും അനാവശ്യമായിട്ട് വാങ്ങി കഴിക്കുന്നത് നല്ലതല്ല. കാരണം പാരസെറ്റമോൾ കഴിച്ചു, പനി വന്നു, കുറഞ്ഞു. നമ്മൾ ചികിത്സിക്കുന്നത് പനിയല്ല, പനി ഉണ്ടാക്കിയ കാരണത്തിനെയാണ്. അപ്പോൾ പനി ഉണ്ടാകാൻ കാരണം നിപ്പയാകാം, മലേറിയ ആകാം, ടൈഫോയിഡ് ആകാം, മഞ്ഞപ്പിത്തമാകാം, ഇല്ലേ, ഡെങ്കിപ്പനിയാകാം, എലിപ്പനിയാകാം, ഇബോളയാകാം, ഏത് വേണമെങ്കിലും ആകാം. കാരണത്തിനെയാണ് ചികിത്സിക്കേണ്ടത്, അല്ലാതെ പനിയല്ല ചികിത്സിക്കേണ്ടത്. പനിയെ ശരിക്കും പറഞ്ഞാൽ നല്ലോണം വെള്ളവും കുടിച്ച് നിർജ്ജലീകരണം ഒഴിവാക്കി സ്പഞ്ചിങ്ങും ചെയ്താൽ തീരാവുന്നതായിരിക്കും പനി. 2-3 ദിവസം ശ്രദ്ധിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. പനി പാരസെറ്റമോൾ കഴിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ കുഞ്ഞുങ്ങൾ നമ്മളോട് ശ്രദ്ധിക്കണം. 101 ഡിഗ്രി ചില കുട്ടികൾക്ക് തലയിൽ താങ്ങത്തില്ല. അപ്പോൾ ചിലപ്പോൾ ഫിറ്റ്സൊക്കെ വരും, ഫെബ്രൈൽ ഫിറ്റ്സൊക്കെ വരുവാണെങ്കിൽ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അത് ഡോക്ടറിനെ കാണിച്ച് മരുന്ന് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കുക. മാഡം, ഈ ഡെങ്കുവും ഇപ്പം ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഡെങ്കു വരുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിൽ കൗണ്ട് കുറയുക, അപ്പോൾ അതിനും ഹോം റെമഡീസ് ട്രൈ ചെയ്യുന്ന ആളുകളുണ്ട്. അതിനെക്കുറിച്ചുകൂടെ ഒന്ന് പറയുമോ? പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്നത് സാധാരണ എല്ലാ ഡെങ്കിപ്പനിക്കും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയാറില്ല. പക്ഷേ കൗണ്ട് കുറയുന്ന പനികളിൽ മിക്കവാറും ഡെങ്കിപ്പനി ആണോ നിർബന്ധമില്ല. വൈറൽ ഫീവർ വിത്ത് ത്രോംബോസൈറ്റോപീനിയ എന്നൊരു ഘടകമുണ്ട്. അപ്പം വൈറൽ ഫീവറിൽ ത്രോംബോസൈറ്റോപീനിയ പ്ലേറ്റ്ലെറ്റ് കുറയുന്ന ഭാഗമുണ്ട്. ഡെങ്കിപ്പനിയിലും പ്ലേറ്റ്ലെറ്റ് കുറയും.
അപ്പോൾ ഡ്രാസ്റ്റിക്കായിട്ട് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോകുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരുന്ന കണ്ടീഷൻ, രോഗി അത്രയും സിക്കാണ്, ഭയങ്കര ഫറ്റീഗാണ്, ടയേർഡാണ്, അല്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ ഇച്ചിരി ബ്ലീഡിങ് സ്പോട്ട് കാണുന്നുണ്ട്, ഗമ്മീന്ന്, മൂക്കിന്ന്, അല്ലെങ്കിൽ ബ്ലീഡിങ് എവിടെന്നെങ്കിലുമൊക്കെ. അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് പൈൽസിൻ്റെ ബ്ലീഡിങ് ഉണ്ടായിരിക്കും. അപ്പോൾ രോഗി പറയും അതെനിക്ക് പൈൽസിൻ്റെ ബ്ലീഡിങ് നേരത്തെ ഉള്ളതാണ് ഡോക്ടറെ, പക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അത് അപ്പോൾ വന്നിരിക്കുന്നത്, അറിയാണ്ടായിപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞിരിക്കുന്ന ഭയങ്കര താഴേക്ക് ഇറങ്ങി 50,000-ന് താഴെ പോവുകയാണെങ്കിൽ ഹോസ്പിറ്റലൈസ് ചെയ്യണം രോഗിയെ. ഇപ്പോൾ കൗണ്ട് കൂട്ടാൻ ഇപ്പോൾ പലരും ഹോം റെമഡീസ് ചെയ്യാറുണ്ട്. നമ്മളിപ്പം ഒരു 1.5 lakhs 1 lakhനകത്തൊക്കെ കുറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എപ്പോഴും പറഞ്ഞാൽ നിർജ്ജലീകരണം ഒഴിവാക്കുക. നമ്മൾ ഏറ്റവും നല്ലോണം പറയുന്നത് ORS ലായനി കേട്ടിട്ടുണ്ടല്ലോ, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്ന് പറയുന്ന ORS ലൈൻ. നല്ല ഭംഗിയായിട്ട് നല്ല തിളപ്പിച്ച വെള്ളം എടുത്ത് 1 ലിറ്റർ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് ORS പൗഡർ കലക്കി ഓരോ അരമണിക്കൂർ വെച്ച് ഇത് കുടിച്ച് 24 മണിക്കൂറിൽ തീർക്കണം എന്നാണ്. ഇപ്പം 1 ലിറ്റർ കുടിക്കാൻ അത്ര സമയമൊന്നും വേണ്ടല്ലോ, വലിയ അഡൽട്ടിനൊക്കെ നല്ല സുഖമായിട്ട് പെട്ടെന്ന് തീർക്കാം. പക്ഷേ കുഞ്ഞുങ്ങൾക്കാകുമ്പോൾ നമ്മൾ സമയമെടുത്ത് അത് തീരത്തുള്ളൂ. അത് നല്ല ക്ലിയർ ആയിട്ട് സൂക്ഷിച്ച് അടച്ച് വെക്കുക. അത് എടുക്കുന്ന പാത്രവും ഇതൊക്കെ വൃത്തിയായിട്ട് കഴുകി വേണം എടുക്കാൻ. എപ്പോഴും തുറന്ന് ഇതാക്കി വൃത്തികേടാക്കി വെക്കരുത്. പിന്നെ വെള്ളം, കഞ്ഞിവെള്ളം നമുക്ക് ഏറ്റവും നല്ല ഇതായിട്ട് എടുക്കാൻ പറ്റുന്ന സാധനം കഞ്ഞിവെള്ളമാണ്. നല്ല തിളച്ച ഇതല്ലേ, അരിയൊക്കെ നല്ല തിളച്ച് നല്ല കഞ്ഞിവെള്ളം, ആ പ്യുവർ നല്ല കഞ്ഞിവെള്ളം കുടിക്കാം. ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ ചെറുതായിട്ട് സോൾട്ടും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് തുല്യമാകുക ഏകദേശം. പക്ഷേ ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് സൊല്യൂഷനാണ് ഏറ്റവും കുറച്ചുകൂടി നല്ല. ഇത് നമ്മൾ റീഹൈഡ്രേഷൻ ചെയ്തുകൊണ്ടിരിക്കും തോറും നോർമലി നമുക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോർമലി തിരിച്ചു വരും. പക്ഷേ ഇതിപ്പം 1 ലക്ഷമായി, 1.10 അല്ലെങ്കിൽ താഴേക്ക് 90,000 ആയെന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു ഫിസിഷ്യൻ്റെ കൺസൾട്ടേഷനിൽ തന്നെ നിൽക്കണം. ഡോക്ടർ പറയും നിങ്ങൾ അഡ്മിറ്റ് ചെയ്യേണ്ട സാഹചര്യമാണ്, വേറെ സിംറ്റംസ് ബ്ലീഡിങ്ങിൻ്റെ മാനിഫെസ്റ്റേഷൻസ് എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അതുകൂടെ. അല്ല നമ്മൾ വേറെ പലരും പല രീതിയിൽ ഹോം റെമഡീസൊക്കെ പറയാറുണ്ട്. എന്താ നിങ്ങൾ പറയുന്നത് പപ്പായ കഴിക്കണമെന്നോ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ പപ്പായയ്ക്ക് വേണ്ടി പപ്പായയുടെ ഇലയോ പപ്പായയുടെ തണ്ടോ അങ്ങനെയൊക്കെ പറയുന്നേക്കാം. അതൊന്നും നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല. പക്ഷെ നമ്മൾ പറയുന്നത്, ആസ് ജനറൽ പ്രാക്ടീഷണേഴ്സ് നമ്മൾ പറയുന്നത് നല്ലോണം വെള്ളം കുടിക്കുക. നല്ല രീതിയിൽ വെള്ളം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് പ്ലാസ്മ ലീക്കേജ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. സെക്കൻഡ് ഈ ഡെങ്കിൻ്റെ ഹെമറാജി ഫീവറിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ജലാംശമൊക്കെ വളരെ ഇതായിട്ട് സൂക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതൊക്കെ തടയാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ചികിത്സ വേണ്ട സ്ഥലത്ത്, ആശുപത്രിയിൽ പോകേണ്ട സ്ഥലത്ത് പോയിരിക്കണം. ഇവിടെ ഇപ്പോൾ ഇമ്മ്യൂണിറ്റി കുറയുന്നതാണ് എല്ലാത്തിൻ്റെയും റീസൺ. അപ്പം നമ്മുടെ ഇപ്പോൾ ഗർഭിണികളിലാണെങ്കിലും കുട്ടികളിലാണെങ്കിലും ഒക്കെ ഇത് കൂട്ടാനായിട്ട് നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ, ഇപ്പം ഈ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ടെൻസ്ഡ് ആണ്. അപ്പോൾ ഒരു വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇമ്മ്യൂണിറ്റി കൂട്ടാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആക്ച്വലി നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തമേ നമ്മുടെ ശരീരത്തിൻ്റെ ശുചിത്വം, വ്യക്തി ശുചിത്വം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് പരിസര ശുചിത്വം, പിന്നെ ആഹാരത്തിലുള്ള നമ്മൾ കൃത്യമായിട്ടുള്ള ചിട്ടകൾ പാലിക്കുക. അപ്പോൾ ആഹാരത്തിൽ നമ്മൾ ശരിക്കും ഗർഭിണികളും കുട്ടികളും എന്ന് പറയുമ്പോഴത്തേക്കും ഗർഭിണികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട നല്ല പോഷകമൂല്യമുള്ള ഭക്ഷണം തന്നെയാണ് കഴിക്കേണ്ടത്. ചോറ്, റൈസ് നമ്മൾ എല്ലാവരും എന്തായാലും കഴിക്കും. പക്ഷെ അതിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ പോഷകാഹാരങ്ങളെന്ന് ഉദ്ദേശിക്കുന്ന ഇലക്കറികൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ഇതെല്ലാം ഇതിനകത്ത് പ്രോട്ടീനുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കണം. ഇതെല്ലാം ചേർത്ത് വേണം കഴിക്കണം. അതിപ്പോൾ നമ്മൾ 3 നേരം കഴിക്കുന്ന ഭക്ഷണം അങ്ങനെ വയറ് നിറച്ച് കഴിക്കണം എന്നല്ല. നമുക്ക് ഗർഭിണിയോട് പറയുന്നത് എപ്പോഴും എന്താണ്, ചെറിയ ഷോർട്ട് ഫീഡ്സ് ഇടയ്ക്കിടയ്ക്കുള്ള ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസിൽ കഴിക്കാമെന്നാണ്. അപ്പോൾ 6 നേരം വേണമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കഴിക്കാം. അപ്പോൾ കഴിക്കുന്ന സാധനം ഇടയ്ക്ക് വെച്ചൊരു സലാഡ് കഴിക്കാം. പക്ഷേ നല്ല വൃത്തിയായിട്ട് കഴിക്കുക. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആയിരിക്കണം നല്ല വൃത്തി. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ശുചിത്വത്തിൽ മെയിനായിട്ട് ഫ്രൂട്ട്സ് മേടിച്ചാലും വെജിറ്റബിൾസ് മേടിച്ചാലും നല്ല വൃത്തിയായിട്ട് നല്ലവണ്ണം വെള്ളത്തിലിട്ട് കുറച്ച് നേരം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. വേണമെങ്കിൽ ഇച്ചിരി സമയം ഇച്ചിരി ലേശം ഉപ്പിട്ടിട്ട് കുറച്ച് നേരം കഴുകി എടുക്കാം. അപ്പോൾ അങ്ങനെയും ചിലർ ചെയ്യാറുണ്ട്. കുറച്ച് സമയം നല്ല വൃത്തിയായിട്ട് വാഷ് ചെയ്തിട്ട് റണ്ണിങ് വാട്ടറിൽ കഴുകി എടുക്കണം. വെള്ളത്തിൽ മുക്കിയിട്ടെന്നാൽ മാത്രം പോരാ, റണ്ണിങ് വാട്ടറിൽ കഴുകിയെടുക്കണം. കൈ കഴുകുന്ന ഞാൻ പറഞ്ഞ ഹാൻഡ് ഹൈജീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ചെയ്താലും ആഹാരവും വെള്ളവും എന്ത് സാധനം കൈകൊണ്ട് എടുക്കുന്നതിന് മുന്നേ, കുഞ്ഞിന് കൊടുക്കുന്നതിന് മുമ്പേ, ആർക്ക് കൊടുക്കുന്നതിന് മുന്നേ. പിന്നെ കുട്ടികളൊക്കെ നമ്മൾ അവരെ എന്താ പറയുക ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോയി വാഷ് ചെയ്യണവരാണ്, നമ്മളായിരിക്കും ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ കൈ ഏറ്റവും കൂടുതൽ നല്ല ഭംഗിയായിട്ട് ഹാൻഡ് ഹൈജീൻ വളരെ ശ്രദ്ധയോടുകൂടി സോപ്പിട്ട് വൃത്തിയായിട്ട് ഈ പറഞ്ഞ നല്ല രീതിയിൽ കൈ നല്ലോണം വാഷ് ചെയ്തെങ്കിൽ മാത്രമേ ആ ശുചിത്വം ഉണ്ടാവുകയുള്ളൂ. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക പോഷകമൂല്യമുള്ള ഭക്ഷണം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ട്.
അത് തന്നെ കൃത്യമായിട്ട് ഉപയോഗിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാവിൻ്റെ രുചി മാത്രം നോക്കി ചോറ് ചാറ് അങ്ങനെ പോകാതെ ഈ ചോറിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഫുഡ് പ്ലേറ്റ് പറഞ്ഞ ഭക്ഷണ തളികയിൽ നമ്മൾ പറയുന്നത് ചോറിൻ്റെ കൂടെ നല്ലവണ്ണം വെജിറ്റബിൾസ്, പയറുവർഗ്ഗങ്ങൾ, മീൻ, മുട്ട ഇതെല്ലാം കഴിക്കണം. അങ്ങനെ എല്ലാം ഒരുപാട് അളവിൽ നിന്നല്ല, കുറച്ച് ഇത് ചേർന്നാൽ ഒരു ബാലൻസ്ഡ് ഡയറ്റിലേക്ക് സ്ത്രീ ഗർഭിണികൾ, അമ്മമാരും, കുഞ്ഞുങ്ങളും, വയസ്സുള്ളവരും. ഇപ്പം വയസ്സുള്ളവർക്ക് ഒരുപാട് വലിയ കട്ടിയുള്ള ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെയും ബാലൻസ്ഡ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. എന്നാൽ മാത്രമേ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുകയുള്ളൂ. പരിസര ശുചിത്വത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട നമ്മൾ പറഞ്ഞല്ലോ, കൊതുക് കൂത്താടികളൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. പിന്നെ മാലിന്യം വലിച്ചെറിയാതെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സംസ്ഥാനം നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രിയാണ്. ഈ നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് പലരും ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കാണുന്ന ത്രെട്ട് നമ്മൾ കണ്ടു, ഡോഗ്സ് ഇഷ്ടംപോലെ സ്ട്രീറ്റിലുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാണ്? ഇഷ്ടംപോലെ മാലിന്യം വെളിയിലുള്ളത് കൊണ്ടാണല്ലോ ഇത് വരുന്നത്. അപ്പോൾ ആ മാലിന്യം എങ്ങനെ വെളിയിൽ പോകുന്നു? അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ മാലിന്യം സംസ്കരിക്കാനുള്ള വഴികൾ സ്വീകരിക്കുക. പിന്നെ ഇപ്പോൾ നമുക്ക് വെളിയിൽ ഹരിതകർമ്മസേനയുണ്ട്, പ്ലാസ്റ്റിക്കൊക്കെ കൊണ്ടുപോകാൻ. പക്ഷേ ഫുഡ് വേസ്റ്റ് കൊണ്ടുപോകാൻ പല ഫ്ലാറ്റുകളിലൊക്കെ സംവിധാനമുണ്ട്. അവരെയൊക്കെ ആ രീതിയിൽ ഉപയോഗിക്കുക. അപ്പം ഭക്ഷണ സാധനങ്ങളൊക്കെ വേസ്റ്റ് ആക്കുന്നത് തന്നെ ഈ അടുത്തുള്ള പുരയിടത്തിലേക്ക് എറിയാതെ, റോഡിലേക്ക് എറിയാതെയും അവനവൻ്റെ പുരയിടത്തിൽ എങ്ങനെയെങ്കിലും ഡിസ്പോസ് ചെയ്യുക. ഒരുപാട് സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട്. നമുക്ക് ഫുഡ് വേസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ പൈപ്പ് സംവിധാനമുണ്ട്, കുടം സംവിധാനമുണ്ട്. അതൊക്കെ നമുക്ക് വീട്ടിൽ ചെറിയൊരു മൂലയ്ക്ക് വെച്ചാൽ മതി. അതെല്ലാം നമുക്ക് ഫുഡ് വേസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ചെറിയ സംവിധാനങ്ങളാണെങ്കിൽ പോലും ചെറിയ കുടുംബത്തിന് അത് മതി. വേറെ വലിയ രീതിയിലൊന്നും ഇപ്പോൾ ബയോഗ്യാസ് ഉപയോഗിക്കുന്നവർക്ക് ബയോഗ്യാസ് ഉപയോഗിക്കാം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മാലിന്യവും പരിസരവും ഒക്കെ സംരക്ഷിച്ചാൽ, വ്യക്തി ശുചിത്വം കൂടെ പാലിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ അസുഖങ്ങളെയും തുരത്താൻ കഴിയും. നമ്മളിൽ നിന്ന് നമ്മുടെ ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റം എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് വേറൊരാളിന് അസുഖം കൊടുക്കുക എന്നുള്ളതാണ്. അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നത്, അറിയാതെ കൊടുക്കുന്നതും. പക്ഷേ പലതും ഇപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. മാസ്ക് ഇടാൻ നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത്? നേരത്തെ ഇൻഫ്ലുവൻസയുടെ കാര്യം പറഞ്ഞു. ഏറ്റവും കൂടുതൽ പകരുന്നത് എങ്ങനെയാണ്? തുമ്മൽ, ചുമയ്ക്ക് ഇതൊക്കെ വരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ അറിയാണ്ട് തുമ്മിപ്പോവും, ചുമച്ചു പോകും. മാസ്ക് ഇടാൻ പറഞ്ഞാൽ ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ മാസ്ക് ഇട്ടാലല്ല ഏറ്റവും ഗുണം വേറൊരാളിന് കൊടുക്കാതിരിക്കാം. രണ്ടാമത് അപ്പുറത്ത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ മാസ്ക് ഇട്ടാൽ എന്താ ഗുണം? വരാതിരിക്കാൻ. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തി ശുചിത്വത്തിൽ തുവാല മാക്സിമം തുമ്മുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തുവാലയും കൂടി ഉപയോഗിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം അസുഖങ്ങൾ ആർക്കും കൊടുക്കാതിരിക്കാൻ ശ്രമിക്കാം. എല്ലാവരും അതൊരു നല്ലൊരു പാഠമായിട്ട് കുഞ്ഞുങ്ങളിലും എല്ലാവർക്കും കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹെൽത്തി കേരളയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മളുടെ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാഡം നമുക്ക് പറഞ്ഞു തന്നു. ഒരു അസുഖം വന്ന് ചികിത്സിക്കുന്നതിലും എത്രയോ ഭേദമാണ് അത് വരാതെ നമുക്ക് നോക്കുന്നത്. അപ്പം മാം പറഞ്ഞു തന്ന പോലെ നമ്മുടെ വ്യക്തി ശുചിത്വവും നമ്മുടെ വീട്ടിലെ മറ്റു കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കൊരു പരിധി വരെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. അപ്പം പ്രേക്ഷകർക്കും ഇതൊരുപാട് ഇൻഫോർമേറ്റീവ് ആയെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു മാം. താങ്ക് യു. I prefer philosophy and spirituality over linguistic scientific temperament by റോഷൻ ലാൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ പുസ്തകത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുകയാണ്. ഈ പുസ്തകത്തിൽ കൂടിയിട്ട് ശ്രീ റോഷൻ ലാൽ സ്പിരിച്വൽ, ലിംഗ്വിസ്റ്റിക്, സയൻറ്റിഫിക് ടെമ്പർമെൻറ്റ് കാഴ്ചപ്പാടുകളൊക്കെ വായനക്കാരിൽ കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു നവ എഴുത്തുകാരൻ എന്ന നിലയിൽ താങ്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.